വ്യാപാരത്തിൻ്റെ ജീവനാഡി കപ്പൽ ഗതാഗതമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇന്നതൊരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്കയിൽ നിന്ന് തുടങ്ങിയ ഈ പ്രശ്നം ലോകമെമ്പാടുമുള്ള തുറമുഖങ്ങളെ നിശ്ചലമാക്കിയിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? ഇത് നമ്മളെങ്ങനെ ബാധിക്കും? ഒറ്റവാക്കിൽ പറഞ്ഞാൽ താരിഫ്. ഒരു രാജ്യം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അധിക നികുതി ചുമത്തുന്നതിനെയാണ് താരിഫ് എന്ന് പറയുന്നത്. സ്വന്തം വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ ഈ താരിഫുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അവസാനമായി 2025 ജൂൺ 4 അമേരിക്ക സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് 50% വരെ താരിഫ് വർദ്ധിപ്പിച്ചു. ചൈനയെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം വഷളാക്കി. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എത്തുമ്പോൾ അവയ്ക്ക് കൂടുതൽ വില നൽകേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. സ്വാഭാവികമായും ഇത് മറ്റു രാജ്യങ്ങളുടെ വ്യാപാരത്തെ കാര്യമായി ബാധിച്ചു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ലോകത്ത് ഡിമാൻഡ് കുറഞ്ഞപ്പോൾ ലോകത്തെ വലിയ ഷിപ്പിംഗ് കമ്പനികൾക്ക് ലാഭമില്ലാതായി. അവർ കപ്പൽ സർവീസുകൾ റദ്ദാക്കാൻ തുടങ്ങി. ഇതിനെയാണ് ബ്ലാങ്ക് സെയിലിംഗ്സ് എന്ന് പറയുന്നത്. ലോസ് ഏഞ്ചൽസ്, ലോങ് ബീച്ച്, സവന്ന തുടങ്ങിയ US പ്രധാന തുറമുഖങ്ങളിൽ കപ്പൽ വരുന്നത് ഗണ്യമായി കുറഞ്ഞു. 2025 ജൂണിൻ്റെ തുടക്കത്തിൽ മാത്രം ലോസ് ഏഞ്ചൽസ് തുറമുഖത്ത് 10 കപ്പൽ സർവീസുകളാണ് റദ്ദാക്കിയത്. ഇത് 2024 ആകെ റദ്ദാക്കിയ സർവീസുകളേക്കാൾ കൂടുതലായിരുന്നു. തുടർന്ന് ചരക്ക് നീക്കം തടസ്സപ്പെടുകയും വലിയ കണ്ടെയ്നറുകൾ തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കാനും തുടങ്ങി. ചൈന ഇതിനോട് പ്രതികരിച്ചത് അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ വാങ്ങുന്നത് നിർത്തി ബ്രസീലിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ്. ഇത് കാലിഫോർണിയയിലെ ധാന്യ കപ്പൽ ടെർമിനലുകളെ നിശ്ചലമാക്കി. കോസ്കോ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പോലുള്ള ഭീമൻ കപ്പൽ കമ്പനികൾ ആഴ്ചയിൽ 25,000 കണ്ടെയ്നറുകളുടെ ശേഷി വെട്ടിക്കുറച്ചു. ഇതിനു പുറമെ ചൈനയിൽ നിന്നുള്ള വ്യോമ ചരക്ക് ഗതാഗതം 25% വരെ ഇടിയുകയും ചെയ്തു. ഇത് കൊമേഴ്സ്, റീറ്റെയിൽ വ്യാപാരികളെ കാര്യമായി ബാധിച്ചു. ആഗോള വ്യാപാരത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന അമേരിക്ക തന്നെയാണ് ഈ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. സ്റ്റീൽ, അലുമിനിയം, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതിക്ക് തീരുവ വർദ്ധിപ്പിച്ചപ്പോൾ അമേരിക്കയിലെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ പണം ചെലവാക്കേണ്ടി വന്നു. ഒരു സാധാരണ അമേരിക്കൻ കുടുംബത്തിന് 2025 ഏകദേശം $1,100 അധിക ചിലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. US കർഷകർക്ക് ചൈന പോലുള്ള വലിയ വിപണികൾ നഷ്ടപ്പെട്ടു. സോയാബീൻ പോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഇല്ലാതായി. കൂടാതെ കൊമേഴ്സ് വഴിയുള്ള ചെറിയ ഉൽപ്പന്നങ്ങൾക്ക് പോലും ഉയർന്ന നികുതി വന്നതോടെ ചൈനയിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്കും വലിയ തിരിച്ചടിയായി. ചെറുകിട ബിസിനസ്സുകാർക്ക് സാധനങ്ങൾ കിട്ടാതാവുകയും വില വർദ്ധിക്കുകയും ചെയ്തതോടെ അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നത്തിലായി. ചൈനയ്ക്ക് പിന്നാലെ ഇന്ത്യയും ഈ ആഗോള താരിഫ് യുദ്ധത്തിൽ പങ്കുചേർന്നു. അമേരിക്കയുടെ അന്യായമായ താരിഫുകൾക്ക് മറുപടിയായി ഇന്ത്യയും ചില US ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്താൻ തുടങ്ങി. ഇതിനൊപ്പം ലോക വ്യാപാര സംഘടനയായ WTOയിൽ ഇന്ത്യ ശക്തമായ നിലപാടും എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിനും അലുമിനിയത്തിനും ഉയർന്ന നികുതി ചുമത്തിയിരുന്നു. ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെ കാര്യമായി ബാധിച്ചു. ഇതിന് പ്രതികാരമായി ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള 29 ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഉയർത്തുകയും ചെയ്തു. ഇതിൽ അമേരിക്കയിൽ നിന്നുള്ള ആപ്പിളും ബദാമും പിയേഴ്സും ബോറിക് ആസിഡും ആൻറ്റി ഫ്രീസിംഗ് ഏജന്റുകളും എല്ലാം ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചതുമൂലം ഏകദേശം 66,000 കോടിയുടെ കയറ്റുമതിയെയാണ് ദോഷകരമായി ബാധിച്ചത്. എന്നാൽ ഇന്ത്യയുടെ പുതിയ നടപടിയിലൂടെ ഏകദേശം 16,500 കോടിയുടെ തീരുവ ഇന്ത്യക്ക് ലഭിക്കും. ഇന്ത്യയുടെ ഈ പ്രഖ്യാപനം വന്നതോടെ അമേരിക്ക ഈ തീരുമാനത്തിനെതിരെ ലോക വ്യാപാര സംഘടനയിൽ പരാതിപ്പെടുകയും ഇതിനെ അമേരിക്കയുടെ ദേശീയ സുരക്ഷയുടെ പ്രശ്നമായി അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽസ് തുടങ്ങിയ പ്രധാന കയറ്റുമതി മേഖലകൾക്ക് അമേരിക്കയുടെ താരിഫ് കാരണം ഇതിനകം തന്നെ വലിയ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന താരിഫ് യുദ്ധം കേരളത്തിലെ സാധാരണക്കാരെയും ബാധിക്കും. നാം ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങൾക്കും, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വാഹനഭാഗങ്ങൾ, ചില മരുന്നുകൾ എന്നിവയ്ക്ക് വില വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ വ്യാപാരത്തെ ഇത് ബാധിച്ചേക്കാം. അവിടെയുള്ള പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പല സാധനങ്ങൾക്കും വില കൂടുകയോ ലഭ്യത കുറയുകയോ ചെയ്യാം. അതുപോലെ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന മസാലകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ടും ഉണ്ടാകാം. ഇത് നമ്മുടെ കർഷകരെയും വ്യവസായികളെയും പ്രതികൂലമായി ബാധിക്കും. ചുരുക്കത്തിൽ നമ്മുടെ ജീവിത ചെലവ് വർദ്ധിക്കാൻ പോകുന്നു എന്ന് പറയാം. എന്നാൽ ഈ പ്രതിസന്ധിക്ക് എളുപ്പത്തിൽ ഒരു പരിഹാരം കാണാൻ ബുദ്ധിമുട്ടാണ്. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഈ അവസ്ഥയിൽ താരിഫ് യുദ്ധങ്ങൾ പുതിയൊരു വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇത് ആഗോള വിതരണ ശൃംഖലയെ പൂർണ്ണമായും